പൗർണമിക്കാടിന്റെ അരികിൽ മിന്നുവെന്നും ചിന്നുവെന്നും പേരുള്ള 2 കുഞ്ഞു മുയലുകൾ താമസിച്ചിരുന്നു. അവർ നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം പൂക്കളെയും ചിത്രശലഭങ്ങളെയും നോക്കി ഓടിക്കളിച്ച അവർ അറിയാതെ കാടിനുള്ളിലേക്ക് വളരെ ദൂരം പോയി. പെട്ടെന്നാണ് ഇരുട്ട് പരന്നത്. സൂര്യൻ അസ്തമിക്കാറായി. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ മിന്നു ചുറ്റും നോക്കി. അയ്യോ, നമ്മുടെ വീട് എവിടെയാ? അവൾ ഭയത്തോടെ ചോദിച്ചു. ചിന്നുവും വിഷമിച്ചു. എനിക്കും അറിയില്ല, നമുക്ക് വഴി തെറ്റിപ്പോയെന്ന് തോന്നുന്നു, മിന്നു പറഞ്ഞു. പേടിച്ചു വിറച്ച 2 കുഞ്ഞു മുയലുകളും പതുക്കെ നടന്ന് വഴി കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷേ എവിടെയും പരിചിതമായ ഒന്നും കാണാനില്ല. അപ്പോഴാണ് അവർ ഒരു പഴയ കല്ലുകൊണ്ടുണ്ടാക്കിയ കിണർ കണ്ടത്. കിണറിന് ചുറ്റും മിന്നിമറയുന്ന നീലപ്പൂക്കളും സ്വർണ്ണ നിറത്തിലുള്ള ഇലകളും ഉണ്ടായിരുന്നു. ഇത് എന്തൊരു വിചിത്ര കിണറാണ്, മിന്നു അതിശയിച്ചു. അവർ കിണറിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അതിനകത്തു നിന്ന് മൃദുവായ ഒരു ശബ്ദം കേട്ടു. കുഞ്ഞു മുയലുകളെ, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? മിന്നുവും ചിന്നുവും ഞെട്ടിപ്പോയി. ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള വഴി നഷ്ടപ്പെട്ടു, അവർ ഒരുമിച്ച് പറഞ്ഞു. മാന്ത്രിക കിണർ സ്നേഹത്തോടെ ചിരിച്ചു. ഭയപ്പെടേണ്ട, നല്ല മനസ്സുള്ളവരെ സഹായിക്കാനാണ് ഞാനുള്ളത്. കിണറ്റിൽ നിന്നുള്ള ശബ്ദം നിലച്ചയുടനെ കിണറിനകത്ത് നിന്ന് ഒരു ചെറിയ വെള്ളി നക്ഷത്രം പുറത്തു വന്നു. അത് ആകാശത്തേക്ക് മിന്നി മറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങി. ആ നക്ഷത്രത്തെ പിന്തുടരൂ, കിണർ പറഞ്ഞു. മുയലുകൾ നക്ഷത്രത്തിന്റെ പിന്നാലെ ഓടി. അത് കാട്ടിലെ മരങ്ങൾക്കിടയിലൂടെ, ചെറിയ അരുവിക്കരയിലൂടെ, പൂക്കൾ നിറഞ്ഞ പുൽമേടുകളിലൂടെ അവരെ നയിച്ചു. കുറച്ചു സമയത്തിന് ശേഷം അവർ പരിചിതമായ ഒരു ക്യാരറ്റ് തോട്ടത്തിലെത്തി. അതാ നമ്മുടെ വീട്, ചിന്നു സന്തോഷത്തോടെ തുള്ളിച്ചാടി. മിന്നുവിനെയും ചിന്നുവിനെയും കാണാതെ അച്ഛനമ്മമാർ വിഷമത്തോടെ കാത്തിരിക്കുകയായിരുന്നു. 2 പേരെയും കണ്ടതോടെ എല്ലാവർക്കും വലിയ സന്തോഷമായി. മിന്നുവും ചിന്നുവും തിരിഞ്ഞു നോക്കിയപ്പോൾ വെള്ളി നക്ഷത്രം ആകാശത്തിലേക്ക് ഉയർന്ന് അപ്രത്യക്ഷമായി. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇഷ്ടമായോ? ഈ കഥയുടെ ഗുണപാഠം എന്തെന്നറിയാമോ? ഭയപ്പെടാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോയാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകും. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. കൂട്ടുകാരെ, ഇഷ്ടായോ? എന്നാലേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കളി തുടങ്ങി, തമ്പു എണ്ണാനും തുടങ്ങി. 1, 2, 3. മിട്ടുമുയൽ ഓടി ഒരു കുറ്റിച്ചെടിക്കുള്ളിൽ ഒളിച്ചു. എന്നാൽ മിട്ടുമുയൽ ഒളിച്ചിരിക്കുന്ന സ്ഥലം തമ്പു വളരെ വേഗം കണ്ടുപിടിച്ചു. തുള്ളിച്ചാടി മിന്നു സ്കൂളിലേക്ക് ഒരു ഓട്ടം വെച്ചു കൊടുത്തു. വഴിയിലെ മുത്തശ്ശൻ മാവിനടുത്ത് എത്തിയപ്പോഴാണ് മിന്നു ആ കാഴ്ച കണ്ടത്.